ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പോയിക്കോളാം മേഡം. പക്ഷേ മേഡം ഒന്നും ഓർക്കണം, ഗാഥയെ വിവാഹം കഴിച്ചതിന് ശേഷം എൻ്റെ ജീവിതം എങ്ങോട്ടേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അയാളെ ഞാൻ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ കാത്തിരിപ്പ് തുടരുക. പക്ഷേ അതിനൊരു അവസാനമുണ്ട്, അത് മറക്കരുത്. ഇതിപ്പോ കിടപ്പുമുറിയിലെ കിടക്ക രോഗിയെ പരിചരിക്കുന്ന പോലെയാണല്ലോ രണ്ടുപേരോട് എന്നെ നോക്കുന്നത്. കിടപ്പായാലും ഇരിപ്പായാലും രോഗി രോഗി തന്നെയാ. തൽക്കാലം സാർ ഒന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കേട്ടാ മതി. ഓ പിന്നെ ഞാൻ മാത്രം ഇവിടെ ഇരുന്നിട്ട് എന്തിനാ? ഞാനും വരാം. ആ, വരികയാണെങ്കിൽ വന്നോ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. പക്ഷേ സാർ ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇല്ലെന്നേ, നമുക്ക് ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാം. പിന്നെ ഫ്രിഡ്ജ് തുറന്ന് ഫ്രീസറിനകത്ത് നോക്കിയാൽ മതി, മീനും ഇറച്ചൊക്കെ അതിനകത്ത് കാണും. ആ, അതൊക്കെ ഞാൻ ഏറ്റു. എന്നാ മോളി വന്നേ. മമ്മി, മോളെ, മമ്മി, എന്താ മോളെ, എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നേ? കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ മോളത് വിശ്വസിക്കാത്തത്? ഡോക്ടറെ കൊണ്ട് നവീൻ എങ്ങനെ പറയിപ്പിച്ചതാ മമ്മി. നവീൻ പറയുന്നതൊക്കെ കള്ളാം മമ്മി. പാമ്പ് പോകുന്നത് ഞാൻ കണ്ടതല്ലേ. ഞാൻ പെട്ടെന്ന് കൈ വലിച്ചതുകൊണ്ടാ എനിക്ക് വിഷം ഏൽക്കാതിരുന്നത്, അറിയോ? മേഡം, അമ്മായി അമ്മാവനും കീർത്തിയും കരുതി കൂട്ടി ചെയ്താണെന്ന് അവർ തന്നെ സമ്മതിച്ചതാ. എന്നിട്ടും ഇയാളത് വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് എന്ത് സംഭവിച്ചാലും നവീൻ ഇപ്പൊ അത് നിസ്സാരാണ്. നവീന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തകളായതുകൊണ്ടാ അത് അങ്ങനെയൊക്കെ തോന്നുന്നത്. എന്റെ മനസ്സിൽ വേറെ എന്ത് ചിന്തയാ? ഗാഥ, താൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ചു പറയല്ലേ. തന്റെ മമ്മി നിൽക്കുന്നുണ്ടല്ലോ, തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോ തന്റെ മമ്മിയുടെ മുമ്പിൽ വെച്ച് തന്നെ പറ. നവീൻ, ദേഷ്യപ്പെടാതെ പ്ലീസ്. പിന്നെ എന്താ മേഡം ഞാൻ ചെയ്യേണ്ടത്? ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം, ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാം. ഇയാളുടെ കയ്യിൽ നിന്ന് ഡോക്ടർ റോസിന്റെ മുള്ളെടുക്കുന്നത് ഇയാൾ കണ്ടതാ. ഇനി അതല്ലായിരുന്നു പാമ്പിന്റെ പല്ലാണെന്നാണോ വ്യാഖ്യാനം? നവീൻ എന്നോട് തർക്കിക്കാൻ വരണ്ട. ഞാൻ കണ്ടതേ ഞാൻ വിശ്വസിക്കൂ. അതിനി ആരും മാറ്റാനും നോക്കണ്ട. മോളെ, താനിപ്പോ കളറിക്കലേക്ക് എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് വരാൻ ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടാണെന്ന് വെച്ചാ ഇനി ഒരിക്കലും താൻ കളറിക്കലേക്ക് വരില്ലെന്നാണോ? നവീനോട് ഞാൻ പറഞ്ഞല്ലോ ആ നശിച്ച വീട്ടിൽ നിന്ന് മാറി താമസിക്കാന്ന്. നിർത്തിക്കോ. പറയുന്ന എന്റെ വീടിനെ കുറിച്ചാ, എന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ താമസിക്കുന്ന വീടിനെ കുറിച്ച്. അത് കേട്ടു നിൽക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഓ, എന്ത് പറഞ്ഞാലും കുടുംബം കുടുംബം കുടുംബം. ആ കുടുംബത്തിലുള്ളവരാ എന്നെ കൊല്ലാൻ നോക്കുന്ന. ആ കുടുംബത്തിലെ ഏതോ ഒരു ശാപം കൊണ്ടാ നാഗം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നെ. അതൊന്നും നവീന് പ്രശ്നമല്ല. എനിക്ക് തന്റെ ഭ്രാന്തൻ തോന്നലുകൾക്ക് കൂട്ടുനിൽക്കലല്ല പണി. എത്ര കാലായിന്നറിയോ സ്വസ്ഥമായിട്ടൊരു കാര്യം ഞാൻ ചെയ്തിട്ട്? കമ്പനി കാര്യങ്ങൾ വരെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഹാ, അതൊന്നും പറയാൻ നിൽക്കണ്ട. കമ്പനി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എന്റെ പ്രശ്നങ്ങൾ നവീനെ ബാധിക്കാറുമില്ല. നവീൻ ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ്. പക്ഷെ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. താനൊരു ശക്തിയായിട്ട് എന്റെ കൂടെ ഉണ്ടാവും. കൂടുതൽ കൂടുതൽ പ്രൊജക്ടുകൾ, കൂടുതൽ അംഗീകാരങ്ങൾ, അതൊക്കെ പ്രതീക്ഷിതായിരുന്നു. അതൊക്കെ താൻ തല്ലി തകർത്ത് കളഞ്ഞെന്നാണ് ഞാൻ പറഞ്ഞത്. നവീൻ പ്ലീസ്, അവളുടെ മനസ്സിൽ അങ്ങനൊരു തോന്നൽ കയറിപ്പോയതുകൊണ്ടല്ലേ. തൽക്കാലം നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നവീൻ ഇപ്പൊ തിരികെ പോയിക്കോളൂ. ഗാഥയുടെ മനസ്സ് ശാന്തമാവുമ്പോഴേക്കും. എന്താ മേഡം, അഥവാ മനസ്സ് ശാന്തമാവാൻ കുറച്ചു ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ തന്നെ എത്ര സമയത്തേക്കാ? കാറ്റടിച്ചാലും നിഴലടിച്ചാലും എല്ലാം നാഗമാണെന്നൊരു തോന്നലല്ലേ? ആദ്യം അതാണ് ഭേദമാക്കേണ്ടത്. എനിക്കെന്റെ ജീവിതം തൊലച്ചു കളയാൻ പറ്റത്തില്ല മേഡം. എങ്കിൽ പിന്നെ നവീൻ എന്ത് വേണമെങ്കിലും ചെയ്തോ. അത് തന്നെയാണ് പ്രശ്നത്തിന്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലായി. ഗാഥ, അകത്ത് പോ. അകത്ത് കയറി പോയല്ലേ പറഞ്ഞേ. ഛേ,
നവീൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. പേടി തട്ടിയ മനസ്സാ അവളുടേത്. ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ വിളിച്ച് പറയും. നവീൻ കൂടെ അല്പം കൂടെ ശാന്തത കാണിക്കാതിരുന്നാല് ആകെ കൊഴഞ്ഞു പോകുന്നത്. ഞാൻ പോയിക്കോളാം മേഡം. പക്ഷേ മേഡം ഒന്നും ഓർക്കണം, ഗാഥയെ വിവാഹം കഴിച്ചതിന് ശേഷം എന്റെ ജീവിതം എങ്ങോട്ടേക്കാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അയാളെ ഞാൻ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ കാത്തിരിപ്പ് തുടരുക. പക്ഷേ അതിനൊരു അവസാനമുണ്ട്, അത് മറക്കരുത്. ആ ഇതെന്താ സാറിങ്ങനെ നോക്കി നിൽക്കുന്നേ? അല്ല മോളെ, ഈ ചെറിയ നേരം കൊണ്ട് ഇത്രയൊക്കെ നീ ഉണ്ടാക്കിയോ? അതിനെന്താ, ഇവിടുത്തെ അടുക്കളയിൽ ഇതൊക്കെ എളുപ്പല്ലേ? സത്യത്തിൽ ഞാൻ കരുതിയത് കഞ്ഞിയും പയറും പപ്പടവും. ഇതിപ്പോ എന്തൊക്കെയാ? ആ സാറ് ചുമ്മാ ഓരോന്ന് പറയാതെ ദേ അങ്ങോട്ട് ഇരുന്ന് കഴിക്കാൻ നോക്കും. മോളിക്കുട്ടി ആ തീയലിങ് എടുത്തേ. തീരും ഉണ്ടോ? ഇതിപ്പോ എനിക്ക് സമയമില്ലാത്തോണ്ടാ. ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ഈ മേശപ്പുറം മുഴുവൻ കറികൾ ഉണ്ടാക്കി വെച്ചേനെ. സൽക്കരിക്കാൻ ഒരാളെ കിട്ടിയ ഇവൾക്ക് പിന്നെ ഓളവാ. കൊറേ നാളായിട്ട് ആ ഭാഗ്യം എനിക്കാ കേട്ടോ. എന്തുപറ്റി, സാറിന് ഇഷ്ടപ്പെട്ടില്ലേ? ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണമെന്നുണ്ടെങ്കിലേ ഞാൻ വല്ല രാക്ഷസനോ മറ്റോ ആയിരിക്കണം. സൂപ്പർ, എന്ത് ടേസ്റ്റാ മോളെ ഇത്. പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്തെ കോട്ടയംകാരനൊരു ജോസ് ഉണ്ടായിരുന്നു. അവനോളം മികച്ചൊരു കുക്കിനെ ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങള് ഹോസ്റ്റലിൽ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് ശനിയും ഞാറും അവൻ അടുക്കളയിലേക്ക് ഒരു കയറ്റുണ്ടായിരുന്നു. എന്തൊക്കെയാ വെട്ടിക്കണ്ടിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ വെന്ത് കഴിഞ്ഞിട്ട് മേശപ്പുറത്തേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാ ഞങ്ങൾ തമ്മിൽ ഇടിയ ഭക്ഷണം കഴിക്കാനായിട്ട്. അല്ല, എന്നിട്ട് അയാളിപ്പോ എവിടെയുണ്ട്? ആ, അവനിപ്പോ കാനഡയില. അവിടുത്തെ പ്രശസ്തമായ ഒരു ഹോട്ടൽ ശൃംഖല അവന്റെ പേരില. ആ, അപ്പോ കൃഷ്ണയ്ക്ക് വേണമെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങാം. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് വെച്ച് വേണമെങ്കിൽ തുടങ്ങാം. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. അതെന്താ? അത്രയ്ക്ക് കഷ്ടപ്പാടുള്ള ജോലി ഒന്നും ചെയ്യണ്ട, അത്ര തന്നെ. ഇപ്പൊ ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലോ, നമുക്കേ പതുക്കെ അതൊക്കെ വലുതാക്കി എടുക്കാം. കുറച്ച് നാൾ കഴിയുമ്പോ ഒരു ഏജൻസിയൊക്കെ എടുത്ത് ഒരു മുതലാളിയായിട്ട് അവിടെ തന്നെ ഇരുന്നോ. സാറിപ്പത് കഴിച്ചേ, എന്നെ മുതലാളിയാക്കാനേ ഇനി ഒരുപാട് സമയമുണ്ട്. അല്ല, നിങ്ങൾ ഇരിക്കുന്നില്ലേ? സാറ് കഴിക്ക്, ഞങ്ങൾ ഇരുന്നോളാം. ഏയ്, അത് ശരിയാവില്ല. ഒന്നും ശരിക്കാം. നിങ്ങൾ ഇരുന്നേ. മോളിക്കുട്ടി അങ്ങോട്ട് ഇരുന്നേ. ഇരിക്കും മോളെ. വിളമ്പിക്കേ. ഇതങ്ങോട്ട് നീക്കി വെച്ചോ.